കോഴിക്കോട് താമരശ്ശേരിയിൽ സംഘർഷത്തിനിടെ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കാൻ പോലീസ്. കൊലപാതകത്തിൽ പിടിയിലായ 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന കൂടുതൽ വിദ്യാർത്ഥികളുടെയും സമീപത്തെ കടകളിൽ ഉണ്ടായിരുന്ന ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തും. ഇംതിയാസ് കരീം വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർ മുതിർന്നവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം നേരത്തെ മാതാപിതാക്കളും ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്, അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ മരിച്ച ഷഹബാസിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ കൂടുതൽ മൊഴിയെടുക്കുക എന്ന് പറയുന്നത് ഇന്നലെ മാതാപിതാക്കൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതിൽ പങ്കുണ്ട് എന്നൊരു സംശയം അവർ ഉന്നയിച്ചിരുന്നു. ആ സംശയം ബലപ്പെടുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അടിയാണ് തലക്കേറ്റിട്ടുള്ളത്. അതൊരു പക്ഷേ വിദ്യാർത്ഥി സംഘർഷത്തിനിടയിൽ അങ്ങനെ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ചെയ്യാൻ കഴിയുന്നതല്ല, പുറത്തുനിന്ന് അവർക്ക് അതിന് കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാതാപിതാക്കൾ അങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നത്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് പുറത്തു നിന്നുള്ളവർക്ക് ഈ വിദ്യാർത്ഥി സംഘർഷത്തിൽ പങ്കുണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ മൊഴികൾ ഇന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ പരിസരത്തുള്ള സംഘർഷം നടന്ന പരിസരത്തുള്ള കടകളിലെ മറ്റു സ്ഥാപനങ്ങളിലെയൊക്കെ CCTV ക്യാമറകളടക്കം ഇന്ന് പരിശോധിക്കുന്നുമുണ്ട്. അതിനപ്പുറം ഇന്ന് പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത്, ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ട ഷഹബാസിനെ ആക്രമിച്ച ഈ വിദ്യാർത്ഥികൾ നേരത്തെയും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇവർ 9ാം ക്ലാസ്സിൽ, ഇപ്പോൾ അവർ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇവർ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സമീപത്ത് ഇതേ പരിസരത്ത് വെച്ച് തന്നെ ഇവർ ഇത്തരത്തിലൊരു സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു, വേറെ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. ആ സമയത്ത് അതിൽ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നത്, ഈ കുട്ടികൾ, അതായത് ഷഹബാസിനെ മർദ്ദിച്ചു എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കളുടെ ഒക്കെ സഹായത്തോടു കൂടി ആണ് അന്ന് അക്രമം നടത്തിയിരുന്നത്. മറ്റു സ്കൂളിലെ വിദ്യാർത്ഥികളെ ആക്രമിച്ചിരുന്നത്. അതിൽ 3 പേർക്ക് കാര്യമായി പരിക്ക് പറ്റിയിരുന്നു. പക്ഷേ മൈനർ ആയതുകൊണ്ട് തന്നെ ആ സംഭവം അന്ന് മൂടിവെച്ചു. കൃത്യമായൊരു നടപടിയിലേക്കോ മറ്റോ പോയില്ല. സസ്പെൻഷനിലേക്കടക്കം സ്കൂൾ അധികൃതരും കടന്നില്ല എന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കേണ്ടതുമാണ്. എന്തായാലും ഇന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവർ ഈ കുട്ടികളുള്ളത് ഇപ്പോൾ ഒബ്സർവേഷൻ, ജുവൈനൽ ജസ്റ്റിസിന്റെ ഒബ്സർവേഷനിലാണ്. അതേസമയം തന്നെ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുക, കൂടുതൽ CCTV ക്യാമറകൾ പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോത്തി.